കുട്ടി ക്രിക്കറ്റിന്റെ ആവേശം അലയടിക്കുന്ന T20 വേൾഡ് കപ്പ് കൂറ്റനടികളുടെ അവിസ്മരണീയം സമ്മാനിക്കാൻ വീണ്ടും ഒരു T20 വേൾഡ് കപ്പ് വിരുന്നു വരികയാണ്. ദിനരാത്രങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ പോകുന്നില്ല. വികാരവും വിശ്വാസവും എല്ലാം ഒന്നുമില്ലായ്മയായി. ആരാധകരുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവ് സംഭവിക്കുന്നു. സ്വപ്നങ്ങൾ ഓരോന്നും ഇല്ലാതായി. നീലാകാശത്ത് ഇരുണ്ടുകൂടിയ കാർമേഘങ്ങളെ നോക്കി കളിയെഴുത്തുകാരും വിമർശകരും ആനന്ദ നൃത്തം ചവിട്ടിയപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല, പേമാരിക്ക് ശേഷം കാർമേഘങ്ങൾ പൊലിഞ്ഞുപോയി വെട്ടിത്തിളങ്ങുന്ന സൂര്യന് തണലായി നീലാകാശത്തെ നീലിമ ജ്വലിച്ചു നിൽക്കുമെന്ന്. അതേ, സാമ്രാജ്യങ്ങൾ ഓരോന്നും വെട്ടിപ്പിടിക്കാൻ മുന്നേറുന്ന രാജാവും, എന്തിനും വാനോളം പ്രതീക്ഷ നൽകുന്ന ഒരു നായകനും, എന്തിനും പോകുന്ന 13 പടയാളികളും ഉള്ളപ്പോൾ നാം എന്തിനു ഭയക്കണം? യെസ്, ദി ടൈം അറൈവൽസ് ഫോർ ദി റിവഞ്ച്. വെൽക്കം ടു പ്രോ മലയാളി. 2014 ശ്രീലങ്കയോട് ഏറ്റ പരാജയത്തിന് ശേഷം ഒന്നും അത്ര എളുപ്പമായിരുന്നില്ല. പലയിടത്തും അവർ വലിയ പോരാട്ടങ്ങൾ കാഴ്ചവെച്ചു. വിജയത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എവിടെയോ വെച്ച് അവർക്ക് കാലിടർന്നു. ചക്രവ്യൂഹത്തിൽ പോരാടി വീണ അഭിമന്യുവിന്റെ അവസ്ഥ. പോയ ICC മേജർ ടൂർണമെന്റുകളിൽ എല്ലാം ക്രിക്കറ്റ് വികാരമാക്കി കൊണ്ടു നടക്കുന്ന ആരാധകരുടെ സ്വപ്നം പൂവണിയാൻ അവർക്ക് സാധിച്ചില്ല. കെട്ടകാലമേ മറവിക്ക് വിട്ടുകൊടുക്കാം. ഇതൊരു പുതിയ തുടക്കമായി നമുക്ക് കരുതാം. ക്രിക്കറ്റിനെ ഹൃദയത്തുടുപ്പാക്കിയ ഒരു ജനതയുടെ വികാരങ്ങൾ, സ്വപ്നങ്ങൾ, പോയ കാലത്തിൽ മനസ്സിൽ കുറിച്ചിട്ട ഒരുപാട് പ്രതികാരങ്ങൾ. അതെ, അവർ ഇറങ്ങുകയാണ് T20 ക്രിക്കറ്റിന്റെ രാജകുമാരന്മാരാകാൻ. തന്റെ അക്കൗണ്ടിൽ നിറയ്ക്കുന്നതിലല്ല, ടീമിന്റെ സ്കോർ ഉയർത്തുന്നതിലാണ് നേരിടുന്ന ആദ്യ ബോൾ മുതൽ ബൗണ്ടറിക്ക് ശ്രമിക്കുന്നത്. എതിരാളികളുടെ സ്കോർ ബോർഡിൽ വേഗം കൂടുമ്പോൾ ഏത് ബോളർമാരെ കൊണ്ടുവന്ന് ബ്രേക്ക് ഇടണം എന്ന് തുടങ്ങിയ എതിർ കളിക്കാരെ കെണിയിലാക്കുന്ന ചാണക്യൻ. തന്ത്രങ്ങളും കണക്കുകൂട്ടലുകളും അയാളുടെ ശരികളാണ് ഇന്ന് ലോകത്തിന്റെ ശരികളായി മാറുന്നത്. യെസ്, അവർ ഓൺ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ദൈവം ക്രിക്കറ്റ് കളിക്കുന്ന കണ്ടുവന്ന ഞങ്ങളുടെ തലമുറയ്ക്ക് ഇയാൾ രാജാവ് തന്നെയാണ്. സച്ചിനെ കണ്ട് ക്രിക്കറ്റ് സ്നേഹിച്ചു തുടങ്ങിയ ഒരു ജനതയുടെ വിശ്വാസത്തെ മുഴുവൻ വിജയമെന്ന പ്രതീക്ഷകളെ സച്ചിന് ശേഷം അത്രമേൽ കാത്തൊരു രാജാവ്. നായികക്കല്ലുകൾ ഓരോന്നും കീഴടക്കി രാജാവ് മുന്നേറുകയാണ്. സച്ചിന് ശേഷം മറ്റൊരു മനുഷ്യർക്കും സാധിക്കില്ല എന്ന് ലോകം അടയാളപ്പെടുത്തിയ കണക്കുകൾ ഓരോന്നും അയാൾ കീഴടക്കി. കുട്ടി ക്രിക്കറ്റിന്റെ രാജകിരീടം നേടിയെടുക്കുവാൻ രാജാവിനെ പോലെ മുന്നിൽ നിന്ന് പോരാടാൻ കിങ് കോഹ്ലി. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സൂര്യ തേജസ്. ബോളർമാരെ കണക്കുകൂട്ടലിൽ തെറ്റിക്കുന്ന ക്രിയാത്മക വിസ്ഫോടന ബാറ്റിംഗ് ശൈലി. സഹതാരങ്ങൾക്ക് പിഴയ്ക്കുന്നിടത്ത് മിന്നൽ രക്ഷകനായി മാറുന്ന സൂര്യകുമാർ യാദവ്. വയസ്സിന്റെ ചെറുപ്പം നോക്കി അദ്ദേഹത്തിനെ നിങ്ങൾ വിലയിരുത്തരുത്. ഓപ്പണിംഗിൽ ലോകോത്തര ബോളർമാരെ അതിർത്തി കടക്കുന്ന യങ് ഇന്ത്യൻ സെൻസേഷൻ ജയ്സ്വാൾ. പച്ചപ്പുൽ മൈതാനങ്ങളിൽ പീരങ്കിയുടെ വേഗത്തിൽ എത്തിയ പന്തുകളെ അതിർത്തി കടത്തുവാൻ ഭയം എന്തെന്നറിയാത്ത ഒരു മനുഷ്യൻ. ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ എതിരാളികളെ കീഴടക്കുന്നവൻ ഹാർദിക് പാണ്ഡ്യ. പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും എപ്പോഴും വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന പടക്കോപ്പാണ് അവർ. ക്യാമറകൾക്ക് പോലും ഒപ്പിയെടുക്കാൻ കഴിയാത്ത വേഗത്തിൽ പുൽമൈതാനങ്ങളിൽ പറന്നു നടക്കും. മിന്നൽ വേഗത്തിൽ ബേസിളക്കിയ എത്ര റൺഔട്ട്. ഇന്ത്യൻ ടീമിന്റെ വിശ്വസ്തർ 2 ഇടൻ കയ്യന്മാർ. അവർ ഓൺ സ്പിൻ ഓൾറൗണ്ടേഴ്സ് ജഡേജ ആൻഡ് അക്ഷർ പട്ടേൽ. തിരിച്ചുവരവുകൾ മനോഹരമാക്കി 21 വാര സ്റ്റെമ്പുകൾക്കപ്പുറം നിന്ന് ബോളർമാർക്കും ഫീൽഡർമാർക്കും നിർദ്ദേശം നൽകാൻ ഏതൊരു പരിഗണനയുമില്ലാതെ എത്ര വലിയ ബോളർമാരെയും സെക്കൻഡുകൾക്കുള്ളിൽ കാലത്തിന്റെ കണക്ക് പുസ്തകങ്ങളിൽ എഴുതി ചേർക്കാൻ അതിർത്തികൾക്കപ്പുറം പറഞ്ഞയക്കാൻ കഴിയുന്ന ബിഗ് ഹിറ്റേഴ്സ്. ഒരുത്തൻ ലെഫ്റ്റ് ഹാൻഡർ, മറ്റൊരുത്തൻ റൈറ്റ് ഹാൻഡർ. വിക്കറ്റ് കീപ്പർ, ബാറ്റ്സ്മാൻ സഞ്ജു വി സാംസൺ ആൻഡ് ഋഷഭ് പന്ത്. ലോകോത്തര ബാറ്റ്സ്മാൻമാർക്ക് പേടി സ്വപ്നമായി അത്ഭുതപ്പെടുത്തുന്ന ആക്ഷനുമായി എതിരാളികളെ വട്ടം കറക്കുന്ന ചൈനാമാൻ ബോളർ കുൽദീപ് യാദവ്. ലോക ക്രിക്കറ്റിൽ പേരുകേട്ട ബോളർമാരുടെ ഇടയിലേക്ക് ഇടം പിടിച്ച് പന്ത് കൊണ്ട് ഇന്ദ്രജാലം കാട്ടി ബാറ്റ്സ്മാൻമാരെ വട്ടം കറക്കുന്നവൻ ചേന്ദ്ര ചഹൽ. ഏതൊരു മത്സരഘടനയുമായി പൊരുത്തപ്പെടുവാനും ടീമിന്റെ വിജയഘടകമായി മാറുവാനുമുള്ള മികവ്. വർഷങ്ങളായി ഇന്ത്യൻ ടീമിന്റെ നമ്പർ 1 ഫാസ്റ്റ് ബോളർ. ലോകോത്തര ബാറ്റേഴ്സിനെ നിഷ്പ്രയാസം എറിഞ്ഞിടുന്ന അപ്രതീക്ഷിത ആക്ഷൻ കൊണ്ട് എതിരാളികളുടെ മനോധൈര്യം ചോർത്തുന്ന യോർക്കർ കിങ് ബുംറ. കൂടെ എല്ലാ പിന്തുണയും നൽകുന്ന ന്യൂ ബോളിൽ സിംഗ് കൊണ്ട് ഇതിഹാസം നടത്തുന്ന ഹർഷ്ദീപ് സിംഗ്. തോൽവിയിൽ നിന്ന് വിജയിക്കുവാനുള്ള പ്രചോദനമാണ് ഇന്ന് ഈ പോരാളി. തന്റെ പോരായ്മകൾ കഠിനാധ്വാനത്തിലൂടെ മറികടന്ന് തീതുപ്പുന്ന പന്തുകളുമായി കുട്ടി ക്രിക്കറ്റിന്റെ അരങ്ങ് കീഴടക്കാൻ അവൻ വരുന്നു. മുഹമ്മദ് സിറാജ്. ക്രിക്കറ്റ് ഒരു മതവും വികാരവുമായി കൊണ്ടു നടക്കുന്ന കോടിക്കണക്കിന് ഇന്ത്യൻ ആരാധകരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം കൊണ്ടുവരണം. കാലത്തിന്റെ കണക്ക് പുസ്തകങ്ങളിൽ എഴുതി വെച്ച ഒരുപാട് കണക്കുകളുണ്ട് തീർക്കാൻ. ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ എത്ര ഫൈനലുകളാണ് നിറഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നാം പടിയിറങ്ങേണ്ടി വന്നത്. എത്ര ദുഃഖത്തോടു കൂടിയാണ്, വേദനയോടു കൂടിയാണ് അതെല്ലാം നാം കണ്ടിരുന്നത്. തിരിച്ചു നടക്കുമ്പോഴും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ. അതെ, ചിലതൊക്കെ കുറിച്ചിട്ട് തന്നെയാണ് ഈ ജനത അക്ഷമരായി കാത്തിരിക്കുന്നത്.
പോരാട്ട വീര്യവും പ്രതികാരവുമായി കുട്ടി ക്രിക്കറ്റിന്റെ രാജകിരീടം ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ അവർ പടച്ചട്ട അണിയുകയാണ്. കേവി കേട്ട കളിയാക്കലുകൾക്കും കൂക്കുവിളികൾക്കും വിമർശനങ്ങൾ കൊണ്ട് പർവ്വതം സൃഷ്ടിച്ചവർക്കും യഥാർത്ഥ തിരിച്ചുവരവിന്റെ കഥ പറയാൻ അവർ തയ്യാറാവുകയാണ്. കുട്ടി ക്രിക്കറ്റിന്റെ രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുവാനുള്ള പോർവീതി സജ്ജമായിരിക്കുന്നു. കാഹളം മുഴങ്ങുവാൻ കേവലം ദിനരാത്രങ്ങൾ മാത്രം ബാക്കി. 140 കോടി ഇന്ത്യൻ ജനതയുടെ വികാരവും വിശ്വാസവും തങ്ങളുടെ ഇടനെഞ്ചിൽ ആഹ്വാനിച്ച് പോർക്കളത്തിലേക്ക് അവർ ഇറങ്ങുകയാണ്. 2007 ശേഷം കുട്ടി ക്രിക്കറ്റിന്റെ രാജകിരീടം ഇന്ത്യയിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ജൂൺ 29 ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ടാകുമ്പോൾ ഇന്നേ വരെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ദൃശ്യം കാണാൻ ഈ ജനത കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ഇന്ത്യ.